ബോട്ട് Airdopes 175 ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർബഡ് ആണ് മെയ് 27 ഫസ്റ്റ് സെയിലിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ആ സമയത്ത് നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് വാങ്ങിച്ച് അൺബോക്സ് ചെയ്യാണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ ഒരു ഓവർവ്യൂ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് നോക്കിയ സമയത്ത് കാണാൻ സാധിക്കുന്നത് 3.4 റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കണമോ, 1699 രൂപ കൊടുത്ത് വാങ്ങിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഇത്രയും രൂപ 1700 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് എന്താ പറയുക, അത് വെറുതെ ആവുമോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് അൺബോക്സിംഗ് ആൻഡ് ഓവർ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോട്ടിന്റെ പുതിയൊരു എയർഡോപ്പ് വരാൻ പോവുകയാണ്. Airdopes 191G. ഈ ഒരു G റെപ്രസെന്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഗെയിമിംഗ് ആയിരിക്കണം. പൊതുവെ മറ്റുള്ള ഗെയിമിംഗ് TWS നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ചാനൽ തന്നെ അൺബോക്സ് ചെയ്തിട്ടുള്ള BTG2 അല്ലെങ്കിൽ BTG3 റോഗ് 200 GT എന്നിട്ട് ടാഗിൻ്റെ ഒരു പ്രോഡക്റ്റ്, വിങ്സ്, അങ്ങനെ കുറേ അധികം പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു ഗെയിമിംഗ് TWS കാണാൻ പറ്റും. എന്നാൽ ബോട്ടിൽ നമുക്ക് ഗെയിമിംഗ് TWS എന്നുള്ള രീതിക്ക് ഒരെണ്ണം അവർ ഇറക്കിയിട്ടില്ലായിരുന്നു. ഗെയിം കളിക്കാമെന്നുള്ളതേ ഉള്ളൂ മറ്റുള്ള ഇയർബഡുകളിൽ. എന്നാലും ഈ ഒരു Airdopes 191G എന്ന് പറയുന്ന സാധനം ഉറപ്പായിട്ടും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ആ ഒരു ഗെയിമിംഗ് TWS എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇറക്കിയതെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും വളരെ മനോഹരമായിട്ടൊരു ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇയർബഡുകളുടെ പിറകിൽ കണ്ടോ ആ ഒരു LED ഇൻഡിക്കേറ്റർ ഒക്കെ കൊടുത്തിട്ട് എന്താ പറയുക, നമ്മുടെ ആ ഒരു ഗെയിമിംഗ് TWS മൂഡ് ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. റെഡ് എന്തായാലും അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. ട്രാൻസ്പെറന്റ് ആണ് ആ ഒരു ഡ്രൈവേഴ്സിന്റെ ഭാഗം എന്ന് പറയുന്നത്. അതും എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഡ്രൈവേഴ്സ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. 6mm ഡ്യുവൽ ഡ്രൈവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി, MI ഡ്യുവൽ ഡ്രൈവേഴ്സ് ഒക്കെ നമ്മൾ വൈഡ് ഇയർഫോണിൽ കേട്ടുള്ളതാണ്. അതിന്റെ ക്വാളിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് അത് കേട്ടവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു ഡ്യുവൽ ഡ്രൈവർ ഇവിടെ വരുമ്പോഴത്തേക്കും അത്രയും നല്ല ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ് ടു 30 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. എത്ര MAH ബാറ്ററി കപ്പാസിറ്റി ഒന്നും അല്ലെങ്കിൽ അതൊന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല ഇതുവരെ. എന്നാൽ നമുക്ക് 4 പ്രാവശ്യം നമുക്ക് ഈ ഒരു കേസിന് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും ഇയർബഡുകളെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ENX ടെക്നോളജി ഉണ്ട്. ENX ടെക്നോളജി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തന്നെ എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ. ക്വാഡ് മൈക്ക് ആണ്. ഓരോ ഇയർബഡിലും 2 മൈക്ക്. അതുകൊണ്ട് തന്നെ മൈക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലും അങ്ങോട്ട് വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. പിന്നെ ബോട്ടിന്റെ ഒക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഇനി IWP ടെക്നോളജി ഇതിനകത്തുണ്ട്. അതായത് നമ്മൾ ഏത് ഡിവൈസിലാണോ ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കേസ് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പെയർ ചെയ്യുന്ന ഒരു സംഭവമാണ് IWP ടെക്നോളജി അല്ലെങ്കിൽ ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെവർ മിസ് എ മൂവ്, അതായത് ബീസ്റ്റ് മോഡ് വിത്ത് 65 ms ലോ ലേറ്റൻസി. 65 ms ലോ ലേറ്റൻസി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കാനും അതല്ല വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പെർഫെക്റ്റ് ആ ഒരു സിങ്കിൽ തന്നെ കളിക്കാനും അതുപോലെ തന്നെ കാണാനും ഒക്കെ സാധിക്കും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. ലോ ലേറ്റൻസി പിന്നെ പൊതുവെ ബോട്ടിന് മറ്റുള്ള പ്രോഡക്റ്റുകളിൽ ഉള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഗെയിമിംഗ് TWS എന്ന രീതിക്ക് വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2 ആണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഇതിൽ ലഭ്യമാകുക. പൊതുവെ 4 ആണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ കുറച്ചൊന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് IPX5. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസിലിംഗിൽ അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനേ ചാൻസസ് ഇല്ല. Type-C ഇന്റർഫേസ് ആണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉണ്ട്. അതൊക്കെ എത്രയാണെന്നുള്ളതൊന്നും ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. കൂടാതെ നമുക്ക് ആ ഒരു ഫാൻസി ബ്രീത്തിങ് LED ലൈറ്റ്സ് ഓൺ ചാർജിങ് കേസ്, അതായത് ചാർജിങ് കേസിൽ നമുക്ക് ആ ഒരു LED ലൈറ്റും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്ലൂ, റെഡ്, ഒരു ഓഫ് വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുക. ഇനി ഇതിൽ കൂടുതൽ കളേഴ്സ് ഉണ്ടോ എന്നുള്ളതും അറിയത്തില്ല. ഇനി എത്ര രൂപയാണെന്നും ഈ ഒരു പ്രോഡക്റ്റിന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു 1999 രൂപ ആയിരിക്കാനാണ്. കാരണം 175-ന് 1699 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിംഗ് TWS കുറച്ച് ഡിസൈനൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ 1899 അല്ലെങ്കിൽ 1999 രൂപയ്ക്കായിരിക്കാം നമുക്കിത് കിട്ടാൻ ചാൻസ്. 1699 അല്ലെങ്കിൽ 1600 രൂപയ്ക്കുള്ളിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റും വർത്ത് ബൈയിങ് ആകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഫസ്റ്റ് സെയിലിന് എത്തുമ്പോഴത്തേക്ക് ഞാൻ ഉറപ്പായിട്ടും വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. 175 പോലെയല്ല, ഞാൻ അത് സ്ഥലത്തില്ലായിരുന്നതുകൊണ്ടാണ്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ട് അത് കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇത്ര മാത്രമേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. Airdopes 191G എന്തായാലും വെയിറ്റ് ചെയ്യൂ. ഞാനും ഉറപ്പായിട്ടും നിങ്ങളെ പോലെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ടേ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.